നിങ്ങൾക്ക് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ ബസ്സൊക്കെ ഒത്തിരി പോകുന്നുണ്ട്. അപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമുക്കിവിടെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ബസ്സിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ടിക്കറ്റ് ഒന്ന് എടുത്ത് നോക്കണം. 2019 തോന്നുന്നു, 2019 തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ക്ഷമിക്കുക. പ്രളയ സെസ് എന്ന് പറഞ്ഞൊരു സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ബസ് ടിക്കറ്റ് എടുക്കുമ്പോൾ അതിന് സെസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രളയത്തെ അതിജീവിച്ചു, നമ്മൾ ഉരുൾപൊട്ടലിനെ അതിജീവിച്ചു, നമ്മൾ പല യുദ്ധങ്ങളെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. എന്നിട്ടും ഇന്നും ആ സെസ് നമ്മളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കണം. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ശ്രദ്ധിക്കാത്തവരെയും ശ്രദ്ധിക്കണം. ബസ്സിൽ കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നോക്കണം, അതിന് സെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഏർപ്പെട്ടിട്ടുണ്ട്. 2019 എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 19 ഏർപ്പെടുത്തിയ ഒരു സെസ്സാണ്. ഇന്നും നമ്മളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോരാത്തതിനും ബൈക്കിലും കാറുകളിലും ഓട്ടോറിക്ഷയ്ക്കകത്ത് കിടപ്പുണ്ട്. ഇന്ധനം നിറയ്ക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണം, അവിടെയും ഒരു സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന നികുതിയൊന്നും പോരാഞ്ഞിട്ട് അമിതമായിട്ട് നമ്മൾ ഈടാക്കുന്ന തുകയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും അമിത തുക ഈടാക്കിയിട്ടും നമ്മുടെ സർക്കാരുകളുടെ കടം കുറയ്ക്കാനോ ബാധ്യത തീർക്കാനോ കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കടം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ പൊതുകടം അടയ്ക്കേണ്ടത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പൊതുകടം അടയ്ക്കേണ്ടത് നമ്മളും നമ്മുടെ അടുത്ത തലമുറയുമാണ്. മാറി മാറി വരുന്ന സർക്കാരുകൾ നമ്മുടെ തലയിൽ ഇത്തരത്തിൽ അമിത ഭാരം കയറ്റി വയ്ക്കുമ്പോൾ നമ്മളൊന്ന് മാറി ചിന്തിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നമുക്കുണ്ട്. എന്താണ് ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി എന്നും എന്തിന് ആം ആദ്മി പാർട്ടി എന്നും ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞത്.